ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപകാരം എന്താണെന്നറിയാമോ? നമ്മുടെ സന്തോഷവും സമാധാനവും മറ്റുള്ളവരുടെ കൈകളിൽ ഏൽപ്പിക്കാതിരിക്കുക എന്നതാണ്. പലപ്പോഴും നമ്മൾ വേദനിക്കുന്നത് ആളുകൾ നമ്മളെ ചതിച്ചതുകൊണ്ടോ വിട്ടുപോയതുകൊണ്ടോ അല്ല, അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതുകൊണ്ടാണ്. ഒരു മെസ്സേജിന് മറുപടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, നമ്മളെ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, നമ്മൾ കൊടുക്കുന്ന സ്നേഹവും കരുതലും അതേ അളവിൽ തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ജീവിതം പലപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്: എല്ലാവർക്കും നമ്മളെപ്പോലെ ചിന്തിക്കാനോ നമ്മളെപ്പോലെ സ്നേഹിക്കാനോ നമ്മളെപ്പോലെ വില കൊടുക്കാനോ കഴിയണമെന്നില്ല. അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണമെന്നല്ല, പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം മറ്റുള്ളവരുടെ കൈകളിൽ കൊടുക്കരുതെന്നാണ്. നിങ്ങളുടെ സന്തോഷം ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തെ ആശ്രയിച്ചിരിക്കരുത്. നിങ്ങളുടെ ആത്മവിശ്വാസം മറ്റൊരാളുടെ അംഗീകാരത്തെ ആശ്രയിച്ചിരിക്കരുത്. നിങ്ങളുടെ സമാധാനം മറ്റൊരാളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കരുത്. പ്രതീക്ഷകൾ കുറയുമ്പോൾ നിരാശകളും കുറയും. വിശദീകരണങ്ങൾ തേടുമ്പോൾ, അത് തേടുന്നത് നിർത്തുമ്പോൾ മനസ്സിൻ്റെ ഭാരം കുറയും. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുമ്പോൾ നമ്മളെ നമ്മൾ കണ്ടെത്താൻ തുടങ്ങും. ജീവിതത്തിൽ ചിലർ വരും, ചിലർ പോകും. ചിലർ നമ്മളെ സ്നേഹിക്കും, ചിലർ തെറ്റിദ്ധരിക്കും. അതൊന്നും നമ്മുടെ മൂല്യം നിർണ്ണയിക്കുന്നില്ല. നമ്മുടെ മൂല്യം നിർണ്ണയിക്കുന്നത് നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നുവെന്നതാണ്. അതിനാൽ ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കൂ. ആരെയും വെറുക്കണ്ട, പക്ഷേ ആരോടും അമിതമായ പ്രതീക്ഷ വെക്കണ്ട. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കൂ. നിങ്ങളുടെ മനസ്സിനും ആരോഗ്യത്തിനും സന്തോഷത്തിനും മുൻഗണന കൊടുക്കണം. കാരണം ജീവിതത്തിൻ്റെ അവസാനം നമ്മളോടൊപ്പം ഉണ്ടാകുന്നത് എല്ലാവരുമല്ല, പക്ഷേ നമ്മൾ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് മറ്റുള്ളവരെ പിന്തുടർന്ന് സമാധാനം നഷ്ടപ്പെടുത്തുന്നതിന് പകരം സ്വന്തം ജീവിതം നിർമ്മിക്കാൻ സമയം ചെലവഴിക്കണം. എല്ലാവരെയും പിടിച്ചു നിർത്താൻ ശ്രമിക്കേണ്ട. പോകേണ്ടവർ പോകട്ടെ, പക്ഷേ നിങ്ങളുടെ സമാധാനം ഒരിക്കലും പോകാൻ അനുവദിക്കരുത്.